ഹായ് ഓൾ നമസ്കാരം. റിയൽ ജോബ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ജോബ് വേക്കൻസി അല്ല കേട്ടോ. പാവപ്പെട്ട ആളുകൾക്ക് വീടിൻ്റെ പുനരുദ്ധാരണത്തിനൊക്കെ വേണ്ടിയിട്ട് 50,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അപേക്ഷിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ പൈസ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കാം. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈന, ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കുള്ള ഇമ്പിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ലോറിംഗ്, ഫിനിഷിംഗ്, പ്ലംബിംഗ്, സാനിറ്റേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നത്. ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് 50,000 രൂപയാണ് ധനസഹായം നൽകുക. ഇത് തിരിച്ചടയ്ക്കേണ്ടതില്ല. അപേക്ഷയുടെ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലുള്ള വീടിൻ്റെ പരമാവധി വിസ്തീർണം 1200 ചതുരശ്ര അടിയിൽ കവിയരുത്. കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം. BPL കുടുംബം അപേക്ഷകയോ അവരുടെ മക്കളോ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷക തുടങ്ങിയവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും ട്ടോ. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ, സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നിവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 2024-25 സാമ്പത്തിക വർഷത്തെ ഭൂമിയുടെ കരം ഒടുക്കിയ രസീതിൻ്റെ പകർപ്പ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനും വീടിൻ്റെ വിസ്തീർണം 1200 ചതുരശ്ര അടിയിൽ കുറവാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനും വില്ലേജ് ഓഫീസറോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറോ ബന്ധപ്പെട്ട അധികാരികളിൽ ആരുടെയെങ്കിലുമോ സാക്ഷ്യപത്രം വേണം. മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഭവന പുനരുദ്ധാരണത്തിനും 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനും ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരിൽ ആരുടെയെങ്കിലും പക്കൽ നിന്നുള്ളത് മതിയാകും. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ, ജില്ലാ ന്യൂനപക്ഷക്ഷേമ സെക്ഷൻ, ജില്ലാ കളക്ടറേറ്റ്, കുയിലിമല, ഇടുക്കി എന്ന വിലാസത്തിൽ തപാൽ മുഖാന്തിരമോ നൽകാം. അപേക്ഷാ ഫോം www.minoritywelfare.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അവസാന തീയതി വരുന്നത് ജൂലൈ 31 വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഒന്ന് അപേക്ഷിച്ചിട്ടാൽ പൈസ അർഹതപ്പെട്ടവർക്ക് പൈസ എന്തായാലും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.